സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ ഊർജിത ശ്രമങ്ങളുമായി KCB മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ ഇടത്തേക്ക് വ്യാപിപ്പിക്കും. 2 ദിവസത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയാകും ക്രമീകരണം. നിലവിൽ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലാണ് ആദ്യഘട്ട നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. സ്വയം നിയന്ത്രണം ഉണ്ടെങ്കിൽ വൈദ്യുതി പ്രതിസന്ധി ഇല്ലാതെ മുൻപോട്ട് പോകാൻ കഴിയുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. മിനിഞ്ഞാന്ന് 5854 മെഗാവാട്ടാണ് ഉപയോഗം. ഇന്നലെ 5640 മെഗാവാട്ടായി കുറഞ്ഞു. 204 മെഗാവാട്ടിൻ്റെ കുറവുണ്ടായി. സ്വയം ആളുകൾ നിയന്ത്രിച്ചാണ്, ഒരു നിർബന്ധമല്ല. HTEHD ഉപഭോക്താക്കൾ രാത്രി 8 മണി മുതൽ 1 മണി വരെ ഉപയോഗം കുറയ്ക്കാൻ നമ്മളൊരു റിക്വസ്റ്റ് നടത്തിയിട്ടുണ്ട്. അവരത് സഹകരിച്ചു. അതാണ് നമുക്ക് ഇത്രയും കുറവുണ്ടാകാനുള്ള കാരണം. നമുക്ക് വലിയ പ്രതിസന്ധിയില്ലാണ്ട് പോകാൻ സാധിക്കും. അങ്ങനെ എല്ലാവരും ഒന്ന് സഹകരിച്ചാൽ, അതേപോലെ 9 മണിക്ക് ശേഷം അലങ്കാര ദീപങ്ങൾ, അത് നിങ്ങളൊരു ക്യാമ്പയിൻ നടത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഇതൊക്കെ ചെയ്താൽ നമുക്ക് ഒരു നിയന്ത്രണവും ഇല്ലാണ്ട് കൊണ്ടുപോകാൻ. ഞങ്ങൾ ഇന്നലെ യോഗം കൂടിയിട്ട് ഒരു നിർദ്ദേശം കൊടുത്തത് രാത്രി 10 മണി മുതൽ 2 മണി വരെ ഉള്ള വ്യവസായങ്ങളുടെ ഒരു ക്രമീകരണം നടത്തണം എന്നാണ്. സുനീഷ അയ്യലൂർ, ഒപ്പം തന്നെ ഇക്ബാൽ അറക്കൽ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ആദ്യം സുനീഷ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മേഖലാ നിയന്ത്രണമാണ്. എങ്ങനെയാണ് KCB മേഖലാ നിയന്ത്രണം ക്രമീകരിക്കാൻ പോകുന്നത്? നികേഷ്, നിലവിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ചിലയിടങ്ങൾ, അതായത് ലോഡ് കൂടുന്ന ഇടങ്ങളിൽ മേഖല തിരിച്ചുകൊണ്ടുള്ള നിയന്ത്രണം എന്നത് തന്നെയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ മുതൽ തന്നെ ആരംഭിക്കുകയും ചെയ്തത്. പാലക്കാട് സബ് ഡിവിഷന് കീഴിൽ ഈ ആദ്യ നിയന്ത്രണം അല്ലെങ്കിൽ ക്രമീകരണം ഒരുക്കുക എന്നത് തന്നെയായിരുന്നു. പിന്നാലെ ഇപ്പോൾ പറയുന്നത് 2 ദിവസത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിനു ശേഷം ഈ നിയന്ത്രണം ഏത് രീതിയിലാണ് ഉപയോഗപ്പെടുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പ്രയോജനകരമാണ് എന്ന് കണ്ടതിന് ശേഷമായിരിക്കും അടുത്ത ഏതൊക്കെ മേഖലകളിൽ ഇതേ രീതിയിലുള്ള ക്രമീകരണം വേണമെന്ന് KCB തീരുമാനിക്കുക. അതിനുശേഷം കൂടുതൽ ഇടങ്ങളിലേക്ക് ഈ തോതിലുള്ള ക്രമീകരണം നിജപ്പെടുത്തുമെന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും സ്വയം നിയന്ത്രണം എന്നത് തന്നെയാണ് KCB മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഈ മേഖല തിരിച്ചുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ തന്നെ ഈ ഗാർഹികേതര ആവശ്യങ്ങൾ, ഈ പറഞ്ഞതുപോലെ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ വ്യവസായ സ്ഥാപനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ ഈ 10 മണിക്ക് ശേഷമുള്ള വൈദ്യുതി ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നതാണ്. ഒപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് കുറച്ചെങ്കിലും ഈ ക്രമീകരണം വരുത്തുക എന്നത് തന്നെയാണ് KCB മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ പമ്പിംഗ് അടക്കമുള്ള മേഖലകളിലേക്ക് കൃത്യമായ നിയന്ത്രണം വേണമെന്നൊരു മാർഗനിർദ്ദേശം KCB ഇന്നലെ പുറപ്പെടുവിക്കുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെ പറയുന്നത്, ഈ പറഞ്ഞതുപോലെ 10 മണി മുതൽ ഈ ഏകദേശം 2 മണി വരെയുള്ള സമയങ്ങളിൽ ഈ ഉപയോഗം കുറയ്ക്കുക എന്നതാണ്. ഈ അലങ്കാര ദീപങ്ങളും ഈ ബോർഡുകളിലുള്ള ഈ വൈദ്യുതിയും അടക്കമുള്ള കാര്യങ്ങൾ, അതിലൊക്കെ തന്നെയും നിയന്ത്രണം വരുത്തണം എന്നത് തന്നെയാണ് KCB മാർഗനിർദ്ദേശമായി നൽകുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം ഗാർഹികേതര ആവശ്യങ്ങൾക്കായി ഈ AC-യുടെ ഉപയോഗമാണ് ഏറ്റവും അധികം ഇപ്പോൾ ഈ പീക്ക് ടൈം ആവശ്യകത വർദ്ധിപ്പിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഈ AC-യുടെ ഉപയോഗം 25 ഡിഗ്രി സെൽഷ്യസിന് മുകളിലേക്ക് ഊഷ്മാവ് ക്രമപ്പെടുത്തുക എന്നതടക്കമുള്ള മാർഗനിർദ്ദേശങ്ങളും KCB മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും സ്വയം നിയന്ത്രണത്തിലൂടെ ഈ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരു പരിഹാരം ഉണ്ടാക്കുക എന്നത് തന്നെയാണ് KCB മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം KCB-യുടെ ഭാഗത്തു നിന്നും മേഖല തിരിച്ചുകൊണ്ടുള്ള ഒരു വൈദ്യുതി ക്രമീകരണം വരുന്ന ദിവസങ്ങളിലും ഉണ്ടാകും. രാത്രി 7 മണി മുതൽ പുലർച്ചെ 1 മണി വരെയുള്ള സമയത്തിനിടയിലായിരിക്കും ഈ ക്രമീകരണം വരുത്തുക. ഏകദേശം ഒരു 10 മിനിറ്റ് ഇടവിട്ട് ഒരു 10 മിനിറ്റ് ചില മേഖലകളിൽ പോകുമെന്നതാണ് ഇപ്പോൾ KCB വിശദീകരിക്കുന്നത്. ഏതായാലും അപ്രതീക്ഷിത ലോഡ് ഷെഡിംഗ് എന്ന സാഹചര്യത്തിൽ നിന്നും ഏതായാലും ഇതേ രീതിയിൽ ഇടയ്ക്കെങ്കിലും ക്രമീകരണം ഉണ്ടാകുമെന്നത് KCB തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. നികേഷ്, ശരി. ഇക്ബാൽ അറക്കൽ കൂടി ചേർന്നു നമ്മോടൊപ്പം. ഇക്ബാൽ, എല്ലാ ദിവസവും വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഒരു കടലാസ് നോക്കി എത്ര വൈദ്യുത ഉപഭോഗം കൂടിയിട്ടുണ്ട് എന്ന് ആശങ്കയോടുകൂടി പറയുന്നതാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. വൈദ്യുത മന്ത്രിയുടെ ആശങ്ക പവർ കട്ടായി മാറാൻ എത്ര ദൂരം? നികേഷ്, വൈദ്യുതി മന്ത്രി ഇന്ന് പങ്കുവെച്ചത് ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ്. അതായത് ഈ മേഖല തിരിച്ചുള്ള ഈ വൈദ്യുതി നിയന്ത്രണത്തിലോടുകൂടി ഇന്നലെ ചെറിയ രീതിയിൽ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗത്തിൽ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് മന്ത്രി ഇന്ന് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസത്തെ കണക്കെടുത്ത് പരിശോധിക്കുമ്പോൾ 214 മെഗാവോട്ട് വൈദ്യുതി ഉപഭോഗം കുറഞ്ഞു എന്നാണ് മന്ത്രി പറയുന്നത്. ഇത് ജനങ്ങൾ തന്നെ സ്വയം നിയന്ത്രിച്ചതിന്റെ ഫലമായാണ് ഇത്തരത്തിൽ ഈ വൈദ്യുതി ഉപയോഗം കുറഞ്ഞതെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ മേഖല തിരിച്ചുള്ള ഈ വൈദ്യുതി നിയന്ത്രണം അത് കാര്യമായി തന്നെ ഗുണം ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇനി കൂടുതൽ പ്രതിസന്ധി വരികയാണെങ്കിൽ മറ്റു മേഖലകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള സാധ്യതയും ഉണ്ട്. നിലവിൽ സംസ്ഥാനത്ത് 20% മാത്രമാണ് വൈദ്യുതി ഉൽപാദനം നടക്കുന്നത്. ബാക്കിയുള്ള വൈദ്യുതി
കേന്ദ്ര സർക്കാരിൽ നിന്നും മറ്റ് സ്വകാര്യ കമ്പനികളിൽ നിന്നുമാണ് സംസ്ഥാനം വാങ്ങുന്നത്. ഇതുകൊണ്ട് തന്നെ ഇനി വലിയ രീതിയിലൊരു പ്രതിസന്ധി വന്നാൽ സംസ്ഥാനത്തെ വൈദ്യുതി നിരക്ക് ഉയർത്തേണ്ട കാര്യങ്ങളിൽ സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കും. അതുകൊണ്ട് തന്നെ ജനങ്ങൾ സ്വയം നിയന്ത്രണത്തിലേക്ക് കടക്കണം എന്നുള്ള ഒരു കാര്യം വീണ്ടും മന്ത്രി ഉയർത്തുകയാണ്. രാത്രി കാലങ്ങളിൽ ഈ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം അവരുടെ പരസ്യ ബോർഡുകൾ വൈദ്യുതി ഉപയോഗിച്ചുകൊണ്ടുള്ളതാണെങ്കിൽ അതെല്ലാം ഓഫ് ചെയ്ത് വെക്കണം. മാത്രമല്ല ഗാർഹിക ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രണത്തിന് ശ്രമിക്കണം. നിലവിൽ ഈ മേഖല തിരിച്ചുള്ള ഈ വൈദ്യുതി നിയന്ത്രണത്തിൽ നിന്ന് ഗാർഹിക ഉപഭോക്താക്കളെ ഒഴിവാക്കിയിട്ടുണ്ട് എന്നൊരു കാര്യം മന്ത്രി പറയുന്നുണ്ട്. പക്ഷേ എന്തായാലും ഗാർഹിക ഉപഭോക്താക്കൾ ഈ വൈദ്യുതി നിയന്ത്രണത്തിൽ വലിയൊരു ശ്രമം എടുത്താൽ മാത്രമേ ഈ പ്രതിസന്ധി മറികടക്കാൻ കഴിയുകയുള്ളൂ. AC, ഗ്രൈൻഡർ, ഫ്രിഡ്ജ് പോലുള്ള മെഷീനുകൾ ഉപയോഗിക്കുന്നവർ വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നിലവിൽ 22-23 ഡിഗ്രി സെൽഷ്യസ് വരെ ഉപയോഗിച്ചുകൊണ്ടാണ് പല AC-കളും പ്രവർത്തിപ്പിക്കുന്നതെന്നും അത് എങ്ങനെയെങ്കിലും 26 ഡിഗ്രിയിലേക്ക് ക്രമപ്പെടുത്താൻ തയ്യാറായാൽ ഈ പ്രതിസന്ധി എല്ലാം മറികടക്കാൻ കഴിയുമെന്നൊരു ഒരു വിശ്വാസമാണ് മന്ത്രി ഏതായാലും പങ്കുവെക്കുന്നത്. ഏതായാലും ഈ മേഖല തിരിച്ചുകൊണ്ടുള്ള വൈദ്യുതി നിയന്ത്രണം വൈദ്യുതി മേഖലയിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നങ്ങളില്ലാതെ കാര്യങ്ങൾ കൊണ്ടുപോകാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നു. 2 ദിവസത്തെ കണക്കെടുത്തുകൊണ്ട് 214 മെഗാവാട്ട് വൈദ്യുതി ഉപഭോക്താവിൽ നിന്ന് കുറഞ്ഞിട്ടുണ്ട് എന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. നികേഷ്.